വേറൊരാൾക്ക് വെച്ചു കൊടുക്കുക, ഒരാളുടെ കൈ മുറിച്ചിട്ട് അത് മറ്റൊരാൾക്ക് വെച്ചു കൊടുക്കുക. ഇതിന്റെ മതപരമായ വീക്ഷണം വിധി എന്താണ്? ഇതാ ചോദ്യം. എന്താ AP അബ്ദുൽ ഖാദർ മൗലവി മുജിത്തഹിദുകളുടെ നേതാവല്ലേ? ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ഗവേഷണം ചെയ്ത് മസ്അലകൾ പറയാൻ കഴിയുന്ന കേരളത്തിലെ ഒട്ടുവളരെ മുജിത്തഹിദുകളുടെ നേതാവാണല്ലോ AP അബ്ദുൽ ഖാദർ മൗലവി. അദ്ദേഹം ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും മറുപടി പറയുകയല്ലേ വേണ്ടത്? പക്ഷെ അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത്, എന്നാൽ സമഗ്രമായി പരിശോധിക്കുമ്പോൾ, പ്രത്യേകിച്ചും മതപരമായ വീക്ഷണ കോണിലൂടെ നോക്കുമ്പോൾ പ്രശ്നം അല്പം സങ്കീർണമാണ്. അവയവദാനത്തെക്കുറിച്ച് AP അബ്ദുൽ ഖാദർ മൗലവിയോട് എഴുതി ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി ഇത് അല്പം പ്രയാസമുള്ള കാര്യമാണ്, മതപരമായ വീക്ഷണ കോണിലൂടെ പരിശോധിക്കുമ്പോൾ പ്രശ്നം അല്പം സങ്കീർണമാണെന്ന് കാണാം എന്ന് പറഞ്ഞ് ദീർഘമായ ഒരു പേജ് അദ്ദേഹം ഈ ചോദ്യത്തിന്റെ മറുപടി പറയുകയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ എന്റെ സഹോദരങ്ങളോട് സൂചിപ്പിക്കുന്നു, ഒരൊറ്റ തവണ പോലും ഒരു ഖുർആൻ വാക്യം ഈ മറുപടിയിൽ അദ്ദേഹം ഉദ്ധരിക്കുന്നില്ല. ഒരൊറ്റ ഖുർആൻ വാക്യം അല്ലെങ്കിൽ ഒരൊറ്റ ഹദീസ് ഈ മറുപടിയിൽ അദ്ദേഹം ഉദ്ധരിക്കുന്നില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം ഉരുണ്ട് മറിഞ്ഞ് അവസാനം പറയുന്നത് ഇത്തരം പഠനങ്ങളുടെയും ഫത്വകളുടെയും ഇസ്ലാമികമായ പൊതുനിർദ്ദേശങ്ങളുടെയും അടിസ്ഥാനത്തിൽ പ്രശ്നം പ്രസിദ്ധ വിശ്വകരനും പണ്ഡിതനുമായ ഡോക്ടർ മുഹമ്മദ് അലി അൽ ബാർ അദ്ദേഹത്തിന്റെ അൽ മൗഖിഫുൽ ഫിഖ്ഹിയ്യു വൽ അഖ്ലാഖിയ്യു ഫീ ഖളിയ്യത്തി സറഇൽ അലാഇ എന്ന ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതായത് ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിപ്പുള്ള ഏതോ ഒരു ഡോക്ടർ അദ്ദേഹം എഴുതിയ ഒരു പുസ്തകത്തിൽ അവയവദാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനോ തിരുസുന്നത്തോ ഉദ്ധരിച്ചുകൊണ്ട് അവയവദാനത്തെക്കുറിച്ച് ഉച്ചരിക്കാൻ ഈ മുജ്തഹിദുകളുടെ നേതാവായ AP അബ്ദുൽ ഖാദർ മൗലവിക്ക് സാധിക്കുന്നില്ല. മാത്രമല്ല അദ്ദേഹം പിന്നീട് പറയുന്നു, അവയവം വിൽക്കുവാൻ പാടില്ല എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർ ഏകാഭിപ്രായക്കാരാണ്. വിവിധ രാജ്യങ്ങളിൽ നിലവിലുള്ള നിയമങ്ങളും ഇത് ശരിവെക്കുന്നു. രാജ്യങ്ങളിലെ നിയമങ്ങളും പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായവുമാണോ ഒരു മുജ്തഹിദ് പറയേണ്ടത്? മുജ്തഹിദ് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും നിയമങ്ങൾ നിർദ്ധാരണം ചെയ്യാൻ കഴിവുള്ള ഒരു ഗവേഷകൻ സഹോദരങ്ങളെ ഖുർആനും സുന്നത്തും ഉദ്ധരിച്ചല്ലേ മറുപടി പറയേണ്ടത്. അങ്ങനെ മറുപടി പറയാൻ തുനിയുന്നില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം ധാരാളമായി വിശദീകരിച്ച് ഒരു ഖുർആനോ ഒരു ഹദീസോ ഉദ്ധരിക്കാൻ കഴിയാതെ അവസാനം അദ്ദേഹം ഈ മറുപടി അവസാനിപ്പിക്കുന്നത് അള്ളാഹുവിനറിയാം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അള്ളാഹുവിനറിയാം. കുറെ വിശദീകരിച്ച് തൊലച്ചിട്ട് അവസാനം അദ്ദേഹം പറയുന്നു അള്ളാഹുവിനറിയാം. ഇനി ചോദ്യകർത്താവ് ഈ വിഷയത്തിന്റെ വിധി കിട്ടാൻ എവിടെ പോണം? തീർച്ചയായിട്ടും ഫത്ഹുൽ മുഈനിൽ പോകണം, അല്ലെങ്കിൽ തുഹ്ഫയിൽ പോകണം, അല്ലെങ്കിൽ മഹല്ലിയിൽ പോകണം. അല്ലാതെ ഈ ഗവേഷണ പടുത്തമുള്ള മുജ്തഹിദുകളാണ് തങ്ങൾ എന്ന് അവകാശപ്പെടുന്ന ഒരൊറ്റ മൗലവിക്കും സഹോദരങ്ങളെ ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന ഒരൊറ്റ പ്രശ്നത്തിനും സ്വന്തം ഇജ്തിഹാദ് നടത്തി ഖുർആനിൽ നിന്നോ സുന്നത്തിൽ നിന്നോ ഒരു വിധി പ്രഖ്യാപിക്കുവാനോ ഒരു വിധി നിർദ്ധാരണം ചെയ്യുവാനോ സാധ്യമല്ല എന്ന കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ മദ്ഹബിന്റെ പണ്ഡിതന്മാർ ഇന്ന് നമ്മൾ നേരിടുന്നതും ഇനി നേരിടാൻ പോകുന്നതുമായ എല്ലാ കാര്യങ്ങൾക്കും അവരുടെ ഗ്രന്ഥങ്ങളിൽ പ്രതിവിധി കണ്ടെത്തുകയും വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എല്ലാ നവോത്ഥാനത്തിന്റെയും എല്ലാ സമുദ്ധാരണ പ്രവർത്തനങ്ങളുടെയും നേതാക്കളും നായകന്മാരും ഇമാം ഷാഫിഈ ഉൾപ്പെടെയുള്ള മദ്ഹബിന്റെ പണ്ഡിതന്മാരാണ്. ഇത് കേവലം അവകാശവാദമല്ല. ഓരോ നൂറ്റാണ്ടിലും ഈ സമുദായത്തെ സമുദ്ധരിക്കുന്ന, ഈ സമുദായത്തിന് നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാർ കടന്നുവരുമെന്ന്
മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചിട്ടുണ്ട്. വഅൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല യബ്അസുല്ലാഹു ലിഹാദിഹിൽ ഉമ്മത്തി അലാ റഅസി കുല്ലി മിഅത്തി സനത്തിൻ മൻ യുജദ്ദിദു ലഹാ ദീനഹാ. സഹോദരങ്ങളെ, തബഖാത്തു ശാഫിഇയ്യത്തുൽ കുബ്ര എന്ന ഗ്രന്ഥത്തിൽ ഇമാം സുബ്കി അതിന്റെ 1-ാമത്തെ വാള്യം 199-ാമത്തെ പേജിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി രേഖപ്പെടുത്തുന്നു, അല്ലാഹു ഈ സമുദായത്തിന് വേണ്ടി നിയോഗിക്കും അലാ റഅസി കുല്ലി മിഅത്തിൻ, ഓരോ നൂറ്റാണ്ടിലും മൻ യുജദ്ദിദു ലഹാ ദീനഹാ, ആ സമുദായത്തിന് വേണ്ടി ദീനീ രംഗത്ത് സമുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക്, നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഓരോ പണ്ഡിതന്മാരെ, പരിഷ്കർത്താക്കളെ അള്ളാഹു നിയോഗിച്ചു കൊണ്ടിരിക്കുമെന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പ്രവചിക്കുകയും നമ്മെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ആ ഹദീസിന്റെ മറ്റൊരു റിപ്പോർട്ടിൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതായി ഉദ്ധരിക്കപ്പെടുന്നുണ്ട്, വഫീ ലഫ്ദിൻ ആഖർ ഫീ റഅസി കുല്ലി മിഅത്തി സനത്തിൻ റജുലൻ മിൻ അഹ്ലി ബൈതി. എന്റെ സഹോദരങ്ങൾ വളരെ ശ്രദ്ധയോടെ ഈ വാക്യം കേട്ടിരിക്കണം, പഠിച്ചിരിക്കണം. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ഫീ റഅസി കുല്ലി മിഅത്തി സനത്തിൻ, ഓരോ നൂറ്റാണ്ടിലും സമുദായത്തിന്റെ ഉദ്ധാരണത്തിന് വേണ്ടി, നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന് വേണ്ടി അള്ളാഹു നിയോഗിക്കും റജുലൻ, ഒരു വ്യക്തിയെ, മിൻ അഹ്ലി ബൈതി, എന്റെ കുടുംബത്തിൽപ്പെട്ട. ആ വാചകം പ്രത്യേകം ശ്രദ്ധേയമാണ്. ഇന്ന് നവോത്ഥാനത്തിന്റെ കൂത്തകാവകാശപ്പെട്ടുകൊണ്ട് കടന്നു വരുന്ന പലരുമുണ്ടല്ലോ, അവരുടെ അവകാശവാദത്തിന്റെ കടക്ക് കത്തിവെച്ചുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂല് ഈ പ്രഖ്യാപനം നടത്തുന്നത്. ലോകത്ത് എക്കാലത്തും ഓരോ നൂറ്റാണ്ടിലും സമുദായ സമുദ്ധാരണത്തിന് വേണ്ടി, നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന് വേണ്ടി കടന്നു വരുന്ന പണ്ഡിതന്മാര്, സമുദ്ധാരകന്മാര്, ഉത്ഥാന നായകന്മാര്, പരിഷ്കർത്താക്കള്, അവര് തീർച്ചയായും എന്റെ കുടുംബത്തിൽ നിന്നായിരിക്കും, പ്രവാചക കുടുംബത്തിൽ നിന്നായിരിക്കും അവർ നിയോഗിക്കപ്പെടുക എന്ന് റസൂലുള്ള പറയുന്നു. മിൻ അഹ്ലി ബൈതി, എന്റെ കുടുംബത്തിൽ നിന്നും അവർ നിയോഗിക്കപ്പെടും. യുജദ്ദിദു ലഹും അംറ ദീനിഹിം, ദീനീ കാര്യങ്ങളിൽ നവോത്ഥാനത്തിനും സമുദ്ധാരണ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിക്കൊണ്ട് ഓരോ നൂറ്റാണ്ടിലും എന്റെ കുടുംബത്തിൽപ്പെട്ട, പ്രവാചക കുടുംബത്തിൽപ്പെട്ട ഓരോ പണ്ഡിതന്മാരെ അല്ലാഹു നിയോഗിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെ തന്നെ നിഷേധിക്കുന്നവരാണ് വഹാബികൾ. സയ്യിദന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെ ലോകത്തിപ്പോ ജീവിച്ചിരിപ്പില്ല എന്ന് പറയുന്നവരാണ് വഹാബികൾ, ജമാഅത്തെ ഇസ്ലാമിയും. അള്ളാഹുവിന്റെ റസൂല് പറയുന്നത്, ഓരോ നൂറ്റാണ്ടിലും നിയോഗിക്കപ്പെടുന്ന സമുദ്ധാരകന്മാർ, നവോത്ഥാന നായകന്മാർ, അത് അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിൽ നിന്നായിരിക്കുമെന്ന. ഈ കാര്യം വിശദീകരിച്ചതിന് ശേഷം പണ്ഡിതന്മാർ പിൽക്കാലത്ത് ഓരോ നൂറ്റാണ്ടിലും കടന്നു വന്ന നവോത്ഥാന നായകന്മാരുടെ പേര് പറയുന്നുണ്ട്. ദക്കറഹുൽ ഇമാമു അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വഖാല അഖീബഹു, ഉടനെ തന്നെ അഹ്മദ് ബിൻ ഹംബൽ പറയുന്നു, നളർതു ഫീ സനത്തി മിഅത്തിൻ, 1-ാം നൂറ്റാണ്ടിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ കാലശേഷം 1-ാം നൂറ്റാണ്ടിൽ നവോത്ഥാന നായകനായി രംഗത്ത് വന്ന വ്യക്തി ആരാണ് എന്ന് ഞാൻ ചിന്തിച്ചു, ആലോചിച്ചു. നോക്കുമ്പോൾ ഫൈദാ ഹുവ റജുലുൻ മിൻ ആലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. അതായത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹമാണ് നവോത്ഥാന നായകനായി അവതരിപ്പിക്കപ്പെട്ടിരുന്നത്. റസൂലുള്ളാഹിന്റെ കുടുംബത്തിൽപ്പെട്ട വ്യക്തി തന്നെ. വനവർതു ഫീ റഅസിൽ മിഅത്തി സാനിയ, 2-ാം നൂറ്റാണ്ടിൽ
നവോത്ഥാന നായകനായി നിയോഗിക്കപ്പെട്ട വ്യക്തിയെക്കുറിച്ചും ഞാൻ അന്വേഷിക്കുകയും ചിന്തിക്കുകയും ചെയ്തു. ഫൈദാഹുവ റജുലുൻ മിൻ ആലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതും റസൂലുള്ളാഹിന്റെ കുടുംബത്തിൽപ്പെട്ട ആള് തന്നെയാണ്. അതായത് മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ, ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈയാണ്. 2-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദ്, പരിഷ്കർത്താവ്, നവോത്ഥാന നായകൻ, സമുദ്ധാരകൻ ആരായിരുന്നു? ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ. ഇമാം ഷാഫിഈ ആരാണ്? അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിൽപ്പെട്ട വ്യക്തിയാണ്. പക്ഷേ പിൽക്കാലത്ത് ഇമാം ഷാഫിക്ക് ശേഷം വന്നിട്ടുള്ള ഓരോ മുജദ്ദിദുകളും പരിഷ്കർത്താക്കളും നവോത്ഥാന നായകന്മാരും അവരെക്കുറിച്ച് പരിശോധിച്ച് നോക്കുമ്പോ അവരാരും പ്രത്യക്ഷത്തിൽ പ്രവാചക കുടുംബത്തിൽപ്പെട്ടവരല്ല. എന്നാൽ പിന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്റെ കുടുംബത്തിൽ നിന്നായിരിക്കും ഓരോ നവോത്ഥാന നായകനും ഓരോ മുജദ്ദിദും അതത് സന്ദർഭങ്ങളിൽ വരുന്നത്, എന്റെ കുടുംബത്തിൽ നിന്നായിരിക്കുമെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ടല്ലോ. അത് രണ്ടും എങ്ങനെയാണ് യോജിക്കുക? ഇമാം ഷാഫിക്ക് ശേഷം പിന്നെ വന്ന പരിഷ്കർത്താക്കൾ ആരും അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിൽ നിന്നുള്ളവരല്ല. എങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രവചനം എങ്ങനെയാണ് യോജിച്ചു പോവുക എന്ന് ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തെ ബഹുമാനപ്പെട്ട ഇമാം സുബ്കി തന്റെ തബഖാത്തു ഷാഫിഇയ്യത്തുൽ കുബ്ര എന്ന ഗ്രന്ഥത്തിന്റെ 1-ാമത്തെ വാള്യം 200-ാമത്തെ പേജിൽ വിശദീകരിക്കുന്നു. ഫനഖൂൽ, അതുകൊണ്ട് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ലമ്മാലം നജിദ് ബഅദൽ മിഅത്തി സാനിയ, 2-ാം നൂറ്റാണ്ടിന് ശേഷം നാം എത്തിക്കാതിരുന്നപ്പോൾ, മിൻ അഹ്ലിൽ ബൈത്തി, അഹ്ലുബൈത്തിൽ നിന്ന്, മൻ ഹുവ ബിഹാദിഹിൽ മസാബ, ഈ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട, അഥവാ മുജദ്ദിദ്, പരിഷ്കർത്താവ്, നവോത്ഥാന നായകൻ എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഒരു വ്യക്തിയും പിന്നീട് 2-ാം നൂറ്റാണ്ടിന് ശേഷം അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിൽ നിന്ന് ഉണ്ടാകാതിരുന്നപ്പോൾ, വവജദ്ന ജമീഅ മൻ ഖീല ഇന്നഹുൽ മബ്ഊസു ഫീ റഅസി കുല്ലി മിഅത്തിൻ മിമ്മൻ തമദ്ഹബ ബിമദ്ഹബി ശാഫിഈ. ശ്രദ്ധിക്കണേ സഹോദരങ്ങളെ, ഇമാം സുബ്കിയുടെ വിശദീകരണം എന്താണ്? പിൽക്കാലത്ത് ഇമാം ഷാഫിക്ക് ശേഷം വന്ന ഒറ്റ പരിഷ്കർത്താവും പ്രവാചക കുടുംബത്തിൽ നിന്നല്ല. പിന്നെയോ അതേസമയം എല്ലാ നവോത്ഥാന നായകന്മാരും പ്രവാചക കുടുംബത്തിൽ നിന്നായിരിക്കുമെന്ന് റസൂലുള്ള പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെ യോജിപ്പിക്കും? അതാണ് ഇമാം സുബ്കി വിശദീകരിക്കുന്നത്. എല്ലാ നവോത്ഥാന നായകന്മാരും പിന്നീട് വന്നവരെല്ലാം ഇമാം ഷാഫിഈയുടെ മദ്ഹബ് സ്വീകരിച്ചവരാണ്. ഇമാം ഷാഫിയാണ് പ്രവാചക കുടുംബത്തിൽ നിന്ന് വന്ന അവസാനത്തെ നവോത്ഥാന നായകൻ. പിൽക്കാലത്ത് വന്നവരൊക്കെ ഇമാം ഷാഫിഈയുടെ മദ്ഹബ് സ്വീകരിച്ചവരാണ്. ഇമാം ഷാഫിഈയുടെ മദ്ഹബ് സ്വീകരിച്ചവരായപ്പോൾ അലിംന, നമുക്ക് മനസ്സിലായി, അന്നഹുൽ ഇമാമുൽ മബ്ഊസുല്ലദീ ഇസ്തഖറ അംറുൻ നാസി അലാ ഖൗലിഹി വബുഇസ ബഅദഹു ഫീ റഅസി കുല്ലി മിഅത്തിൻ മൻ യുഖർറിറു മദ്ഹബഹു. അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹബും അഭിപ്രായങ്ങളും സ്ഥിരപ്പെടുത്തുകയും പ്രഖ്യാപിക്കുകയും ക്രോഡീകരിക്കുകയും സ്ഥാപിക്കുകയും ചെയ്യുന്ന ഒരു സമുദ്ധാരകൻ അള്ളാന്റെ റസൂലിൽ നിന്ന്, റസൂലിന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ നിയോഗിക്കപ്പെട്ടു. അത് ഇമാം ഷാഫിയാണ്. പിന്നെയോ പിന്നീട് വന്ന എല്ലാ മുജദ്ദിദുകളും എല്ലാ സമുദ്ധാരകന്മാരും ഇമാം ഷാഫിഈയുടെ മദ്ഹബ് സ്വീകരിച്ചവരാണ്. അങ്ങനെ നോക്കുമ്പോൾ വിശാലാർത്ഥത്തിൽ അവരൊക്കെ പ്രവാചക കുടുംബത്തിൽ ഉൾപ്പെടുന്നു. നേരിട്ട് പ്രത്യക്ഷത്തിൽ അവരൊന്നും പ്രവാചക കുടുംബത്തിൽപ്പെട്ടവരല്ലെങ്കിലും പ്രവാചക കുടുംബത്തിൽപ്പെട്ട ഇമാം ഷാഫിഈയുടെ മദ്ഹബ് ഈ സമുദ്ധാരകന്മാരെല്ലാം സ്വീകരിച്ചതുകൊണ്ട് വിശാലാർത്ഥത്തിൽ അവരൊക്കെയും ഇമാം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളുടെ കുടുംബത്തിൽ ഉൾപ്പെടുന്നു. ഇതാണ് ഇമാം സുബ്കിയുടെ വിശദീകരണം. എന്തിനാണ് നാം ഈ കാര്യം വിശദീകരിക്കുന്നത്? മദ്ഹബിൽ നിന്ന് പുറം ചാടിക്കൊണ്ടുള്ള ഒരു നവോത്ഥാനവും ഇസ്ലാമിൽ അംഗീകരിക്കപ്പെടില്ല. മദ്ഹബ് തള്ളിപ്പറഞ്ഞുകൊണ്ട്
ഞങ്ങൾ മുജ്തഹിദുകളാണ്, ഞങ്ങൾ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും നേരിട്ട് ഗവേഷണം നടത്തുകയും മതവിധികൾ നിർദ്ധാരണം ചെയ്യുകയും ചെയ്യുന്നവരാണ് എന്നവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വരുന്ന ഏതൊക്കെ പരിഷ്കർത്താക്കളുണ്ടോ, ഏതൊക്കെ സമുദ്ധാരകന്മാരുണ്ടോ, ഏതൊക്കെ നവോത്ഥാന നായകന്മാരുണ്ടോ, അവരെയൊക്കെയും മുസ്ലിം സമുദായം പുറം കാലുകൊണ്ട് ചവിട്ടിത്തെറിപ്പിച്ച് ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയണമെന്നാണ് ഇമാം സുബുക്കി തന്റെ തബഖാത്തു ശാഫിഇയ്യത്തുൽ കുബ്ര എന്ന ഈ ഗ്രന്ഥത്തിന്റെ 1-ാമത്തെ വാള്യം 200-ാമത്തെ പേജിൽ സഹോദരങ്ങളെ രേഖപ്പെടുത്തുന്നത്. ഇതാണ് നവോത്ഥാനമെങ്കിൽ. കുറച്ചൊരു ഗഹനമായ വിഷയമാണ്, അതുകൊണ്ട് പറഞ്ഞതിന്റെ രത്നച്ചുരുക്കം ഞാനൊന്ന് ആവർത്തിച്ച് പറയാം. ഇസ്ലാമിക സമൂഹത്തിന്റെ ചരിത്രത്തിൽ നടന്നിട്ടുള്ള ഏതൊക്കെ പരിഷ്കരണ പ്രവർത്തനങ്ങളുണ്ടോ, സമുദ്ധാരണ പ്രവർത്തനങ്ങളുണ്ടോ, നവോത്ഥാന പ്രവർത്തനങ്ങളുണ്ടോ, അതൊക്കെയും മദ്ഹബിൽ അധിഷ്ഠിതമാണ്. മദ്ഹബുകളിൽ നിന്ന് തെന്നിമാറിക്കൊണ്ടുള്ള ഏതെങ്കിലും നവോത്ഥാന പ്രവർത്തനമോ സമുദ്ധാരണ പ്രവർത്തനമോ നവോത്ഥാന നായകരോ നവോത്ഥാന സംരംഭങ്ങളോ സ്വീകാര്യമല്ല. ഇതാണ് ഇത്രയും പറഞ്ഞതിന്റെ രത്നച്ചുരുക്കം. എന്നാൽ പിൽക്കാലത്ത് നവോത്ഥാന നായകന്മാരായി പലരും രംഗത്ത് വന്നു. അതിലേറ്റവും പ്രധാനം ഈജിപ്തിൽ നിന്നും നവോത്ഥാന നായകരായി അവതരിപ്പിക്കപ്പെട്ട ജമാലുദ്ദീൻ അഫ്ഗാനി, മുഹമ്മദ് അബ്ദു, റഷീദ് റിള തുടങ്ങിയ ചില ആളുകളാണ്. ആരാണ് ജമാലുദ്ദീൻ അഫ്ഗാനി? ജമാലുദ്ദീൻ അഫ്ഗാനി ആണ് കേരളത്തിലെ വഹാബി പ്രസ്ഥാനത്തിന്റെ ആശയ സ്രോതസ്. ചരിത്രം പറയുമ്പോൾ അത് അല്പം വിരസമായി തോന്നും. പക്ഷെ എങ്കിലും ഒരു മികച്ച ലക്ഷ്യത്തിലേക്ക് എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ കൂട്ടിക്കൊണ്ടുപോവുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ ചരിത്രം ഞാൻ വിശദീകരിക്കുന്നത്. ഇത് കേരളത്തിൽ പറയപ്പെടാത്ത, അവതരിപ്പിക്കപ്പെടാത്ത, ഇന്ന് വരെ പുറം ലോകം കേട്ടിട്ടില്ലാത്ത ചരിത്രമാണ് എന്ന കാര്യം കൂടി സഹോദരങ്ങളെ ഞാൻ ഇടക്ക് കയറി ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് പറയപ്പെട്ടിട്ടില്ല. ഇത് പറയപ്പെട്ടാൽ, ഇത് മാന്യമായി അവതരിപ്പിക്കപ്പെടുകയും പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്താൽ വഹാബിസത്തിന്റെ എല്ലാ വേരുകളും അതോടെ പിഴുതെറിയപ്പെടും എന്ന കാര്യം സഹോദരങ്ങളെ നിങ്ങൾ ഓർത്തിരിക്കണം. ഈജിപ്തിൽ നിന്നുള്ള ജമാലുദ്ദീൻ അഫ്ഗാനി, ഇദ്ദേഹമാണ് നമ്മുടെ കേരളത്തിലെ വഹാബി പ്രസ്ഥാനത്തിന് ഊർജവും ആർജവവും പ്രദാനം ചെയ്യുന്ന, അല്ലെങ്കിൽ സംഭാവന ചെയ്യുന്ന അവരുടെ ശക്തി സ്രോതസ്. അതെവിടെ പറഞ്ഞു നോക്കൂ നിങ്ങൾ. ഗൾഫ് സലഫിസവും മുജാഹിദ് പ്രസ്ഥാനവും കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന വഹാബി പൗരോഹിത്യ പണ്ഡിത സഭയുടെ സംസ്ഥാന ഭാരവാഹി MA മുഹമ്മദ് അലി സുല്ലമി എഴുതിയ പുസ്തകം. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത്, മുസ്ലിം ഐക്യത്തിന്റെ സന്ദേശവാഹകനായിരുന്ന ജമാലുദ്ദീൻ അഫ്ഗാനി, ബ്രാക്കറ്റിൽ റാ എന്ന് കാണാം. എന്തിനാണ് റാ കൊടുത്തിരിക്കുന്നത്? റളിയല്ലാഹു അൻഹു എന്ന് പറയാനായിരിക്കണം. ഏതായിരുന്നാലും അഫ്ഗാനിയായിരുന്നു അവിടെ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ തൈകൾ നട്ടുപിടിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ശിഷ്യരും പിൻഗാമികളുമായിരുന്ന ഷെയ്ഖ് മുഹമ്മദ് അബ്ദു, ഷുക്കൈബ് അർസലാൻ, സയ്യിദ് മുഹമ്മദ് റഷീദ് റിള തുടങ്ങിയവർ പരിഷ്കരണ പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു. അതിന്റെ തന്നെ 24-ാമത്തെ പേജിൽ വീണ്ടും അദ്ദേഹം തുടരുന്നു. മുസ്ലിം ഐക്യസംഘത്തിന്റെ കാലം മുതൽ, ശ്രദ്ധിക്കണേ, മുസ്ലിം ഐക്യസംഘത്തിന്റെ കാലം മുതൽ കേരളത്തിലെ നവീകരണ പ്രസ്ഥാനത്തെ സ്വാധീനിച്ചിരുന്ന അറേബ്യൻ സ്രോതസ്
ഈജിപ്തായിരുന്നതിനാൽ ജമാലുദ്ദീൻ അഫ്ഗാനി, ഷെയ്ഖ് മുഹമ്മദ് അബ്ദു, സയ്യിദ് റഷീദ് റിള തുടങ്ങിയവരെ വളരെ ആദരപൂർവമാണ് ഇസ്ലാഹി നേതാക്കൾ പരിചയപ്പെടുത്തിയിരുന്നത്. അതായത് ഈജിപ്തിൽ നിന്നുമാണ് KM മൗലവിക്കും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകന്മാർക്കും നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് ആശയവും ആവേശവും ലഭിച്ചത്. അതുകൊണ്ട് ജമാലുദ്ദീൻ അഫ്ഗാനി, റഷീദ് റിള, മുഹമ്മദ് അബ്ദു തുടങ്ങിയ ഈജിപ്ഷ്യൻ പരിഷ്കർത്താക്കളെ മാതൃകയായി സ്വീകരിച്ചുകൊണ്ടാണ് കേരളത്തിലെ നവോത്ഥാന പ്രവർത്തനങ്ങൾ വഹാബികൾ നടത്തിയത് എന്നാണ് സഹോദരങ്ങളെ ഗൾഫ് സലഫിസവും മുജാഹിദ് പ്രസ്ഥാനവും എന്ന പുസ്തകത്തിന്റെ 22, 23 പേജുകളിൽ വിവരിക്കുന്നത്. മാത്രമല്ല, ഈ കാര്യം കേരള നദ്വത്തുൽ മുജാഹിദീൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിനൊരാമുഖം എന്ന പുസ്തകത്തിൽ ഷൗക്കാനിയും അഫ്ഗാനിയും എന്ന തലവാചകത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. 1172 ഭൂജാതനായി 1250 അന്തരിച്ച ഷൗക്കാനി യമനിൽ ഉദ്ധാരണ പ്രവർത്തനം നടത്തി. 1839 അഫ്ഗാനിസ്ഥാനിൽ ഭൂജാതനായ ജമാലുദ്ദീൻ അഫ്ഗാനി ആധുനിക മുസ്ലിം ലോകത്തിന്റെ പിറവിക്ക് ജന്മം നൽകിയ പ്രഗത്ഭനായ ഉദ്ധാരകനാണ്. ഏറ്റവും വലിയ സമുദ്ധാരകനായി, ഏറ്റവും വലിയ നവോത്ഥാന നായകനായി കേരളീയ മുസ്ലിമീങ്ങളിൽ ഈ കാലമത്രയും അവതരിപ്പിക്കപ്പെട്ടിരുന്ന മൂന്ന് വ്യക്തികളുടെ നാമങ്ങളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. 1 ജമാലുദ്ദീൻ അഫ്ഗാനി, 2 മുഹമ്മദ് അബ്ദു, 3 റഷീദ് റിള. ഈ മൂന്നാളുകളും എന്തായിരുന്നു ഇവരുടെ അവസ്ഥ? ജമാലുദ്ദീൻ അഫ്ഗാനി ആരായിരുന്നു? മുഹമ്മദ് അബ്ദു ആരായിരുന്നു? റഷീദ് റിള ആരായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ സഹോദരങ്ങളെ, വഹാബിസത്തിന്റെ ചീഞ്ഞളിഞ്ഞ ചരിത്രവും അതിന്റെ നാറ്റം വമിക്കുന്ന വേരുകളും നമുക്ക് കണ്ടെത്താൻ കഴിയും. ആരാണ് ജമാലുദ്ദീൻ അഫ്ഗാനി? ഒന്നാമതായി, ഈ മനുഷ്യൻ സർവമത സത്യവാദിയായിരുന്നു. എല്ലാ മതങ്ങളും യോജിപ്പിച്ച് എല്ലാ മതങ്ങളെയും ഒന്നാക്കി, ഇസ്ലാമില്ല, മറ്റ് മതങ്ങളില്ല, എല്ലാ മതങ്ങളെയും ഒന്നാക്കി ഐക്യപ്പെടുത്തി സർവമത സത്യവാദത്തിലേക്ക് ജനങ്ങളെ കൂട്ടിക്കൊണ്ടുപോകണം എന്ന് വാദിച്ച വ്യക്തിയാണ് ഇദ്ദേഹം. ഫിൽ അദബിൽ ഹദീസ് എന്ന ചരിത്ര ഗ്രന്ഥത്തിൽ ഉമറുദ്ദസൂഖി ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ ചരിത്രം പറയുന്നുണ്ട്. ജമാലുദ്ദീൻ അഫ്ഗാനി സർവമത സത്യവാദത്തിന് വേണ്ടി നിലക്കൊണ്ട മനുഷ്യനാണ് എന്ന് ഉമറുദ്ദസൂഖി വളരെ വിശദമായി തന്നെ പറയുന്നു. സ്ക്രീനിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. നുബ്ദത്തും മിൻ ആറായിഹി എന്ന തലവാചകത്തിൽ ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ അഭിപ്രായങ്ങൾ, അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ വീക്ഷണങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഉമറുദ്ദസൂഖി എഴുതുന്നു. വഫീ ഹാദാ യഖൂൽ, ഈ സർവമത സത്യവാദത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം പറയുന്നു, ജമാലുദ്ദീൻ അഫ്ഗാനി പറയുന്നു, വറജഅതു ഇലാ അഹ്ലിൽ അർളി, ഞാൻ നാട്ടിലേക്ക് മടങ്ങി. വബഹസ്തു ഫീ അഹമ്മി മാ ഫീഹി യഖ്തലിഫൂന, ജനങ്ങൾ ഏറ്റവും കൂടുതൽ അനൈക്യം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ് എന്നതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചു. ശ്രദ്ധിക്കണേ നിങ്ങൾ, ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ അനൈക്യമുണ്ടാക്കുന്ന, ഛിദ്രതയുണ്ടാക്കുന്ന, ശിഥിലീകരണമുണ്ടാക്കുന്ന പ്രശ്നം എന്താണ് എന്നതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചു. ഫവജത്തുഹു, അങ്ങനെ ഞാൻ കണ്ടെത്തി, അദ്ദീന, അത് മതമാണ്. ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രശ്നവും അനൈക്യവും ശിഥിലീകരണവും ഛിദ്രതയും സൃഷ്ടിക്കുന്നത് മതമാണ് എന്ന് ഞാൻ കണ്ടെത്തി. അങ്ങനെ ഫഅഖൽതുൽ അദിയാന സലാസ, ഒരു 3 മതങ്ങളെ ഞാൻ പരിശോധനാർത്ഥം എടുത്തു. വബഹസ്തു ഫീഹാ, ആ 3 മതങ്ങളെക്കുറിച്ച് ഞാൻ നല്ലതുപോലെ പഠിച്ചു. ബഹ്സൻ മുജറദൻ അൻ കുല്ലി തഖലീദിൻ മുൻസരിഫൻ അൻ കുല്ലി തഖയ്യുദിൻ മുത്ലഖൻ ലിൽ അഖൽ,
ബുദ്ധിക്ക് വേണ്ടത്ര സ്വാതന്ത്ര്യം കൊടുത്ത് പക്ഷപാതം കൂടാതെ എല്ലാ നിലക്കും സ്വതന്ത്രമായ ഒരു അന്വേഷണം ഈ 3 മതങ്ങളെ സംബന്ധിച്ചും ഞാൻ നടത്തി. അങ്ങനെ വവജദ അദ്ദേഹം മനസ്സിലാക്കി അന്നൽ അദിയാന സലാസ, ഈ 3 മതങ്ങളും തത്തഫിഖു, അത് യോജിക്കുന്നു, ഫിൽ ഗായത്തി, അതിന്റെ ലക്ഷ്യത്തിലും, വൽ മുബ്ദഇ, അതിന്റെ ആരംഭത്തിലും തുടക്കത്തിലും അവസാനത്തിലും എല്ലാ കാര്യങ്ങളിലും അതൊരുപോലെയാണ്. വഅന്നഹു ഇദാ നഖസ ഫിൽ വാഹിദി ശൈഉൻ, ഏതെങ്കിലും ഒരു മതത്തിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ, മിൻ അവാമിരിൽ ഖൈറിൽ മുത്ലഖി, ഏതെങ്കിലും രൂപത്തിലുള്ള ഉത്തമമായ നല്ല കാര്യങ്ങൾ വല്ലതും ഒരു മതത്തിൽ കുറവ് വരുന്ന പക്ഷം ഇസ്തക്മലഹു സാനി, രണ്ടാമത്തെ മതം അത് പൂർത്തിയാക്കുന്നു. വൈദാ തഖാദമൽ അഹദു അലൽ ഖൽഖി, കാലം അങ്ങനെ ഒഴുകി നീങ്ങുമ്പോൾ, വതമാദൗ, ജനങ്ങൾ തള്ളപ്പെടുമ്പോൾ, ഫിത്തുഖയാനി, വഴികേടിലേക്ക് തള്ളപ്പെടുമ്പോൾ, വസാഅത്തുൽ കുഹാനു, പണ്ഡിതന്മാർ ചീത്തയാകുമ്പോൾ, അവർ പണ്ഡിതന്മാർ ഫഹ്മൻ നാമൂസി, ജിബ്രീൽ അലൈഹിസ്സലാമും അതുപോലെയുള്ള അള്ളാഹുവിന്റെ ദൈവത്തിന്റെ ദൂതന്മാരും അവർ കൊണ്ടുവന്ന കാര്യങ്ങളെ പണ്ഡിതന്മാർ ദുർവ്യാഖ്യാനിക്കുകയും നാശമാക്കുകയും ചെയ്യുമ്പോൾ, ഔ അൻഖസൂ മിൻ ജൗഹരിഹി, മതത്തിന്റെ അടിസ്ഥാന വിഷയങ്ങളിൽ നിന്ന് വല്ലതും അവർ ചുരുക്കുകയും ഇല്ലായ്മ ചെയ്യുമ്പോൾ, അതാഹും റസൂലും, അവർക്കൊരു പ്രവാചകൻ വരുന്നു, ഫഅക്മല ലഹും മാ അൻഖസൂഹു, അങ്ങനെ പുരോഹിതന്മാരും മദാനിയായികളും വെട്ടിച്ചുരുക്കിയ അവരില്ലായ്മ ചെയ്ത കാര്യങ്ങളെ ആ പ്രവാചകൻ പൂർത്തീകരിച്ചു കൊടുക്കുന്നു. വഅതമ്മ ബിദാതിഹി മാ അഹ്മലൂഹു, അവർ നഷ്ടപ്പെടുത്തിയ, അവരെ ദുർബലമാക്കി കളഞ്ഞ ദീനിന്റെ സമ്പൂർത്തീകരണം അവർ നിർവഹിക്കുന്നു. അങ്ങനെ പറഞ്ഞിട്ട് ജമാലുദ്ദീൻ അഫ്ഗാനി വിശദീകരിക്കുന്നു, വൈദാ കാനത്തിൽ അദിയാനു മുത്തഫിഖത്തൻ ഫിൽ മുബ്ദഇ വൽ ഗായത്തി, തുടക്കത്തിലും ലക്ഷ്യത്തിലും എല്ലാ മതങ്ങളും ഒരുപോലെയാണെങ്കിൽ, ഫമല്ലദീ യഹൂലു ബൈന അഹ്ലി ഹാദിഹിൽ അദിയാനി വബൈനൽ ഇത്തിഹാദി, പിന്നെ എന്തിനാണ് ഈ മതങ്ങളൊക്കെ വ്യത്യസ്ത പേരിലും വ്യത്യസ്ത നാമത്തിലും നിലനിൽക്കുന്നത്? എന്തിനാ ജൂതമതം, എന്തിനാ ക്രൈസ്തവ മതം, എന്തിനാ ഹിന്ദുമതം, എന്തിനാ ഇസ്ലാം മതം? എല്ലാ മതത്തിന്റെയും ലക്ഷ്യവും തുടക്കവും ആരംഭവും ഒടുക്കവും എല്ലാം ഒരുപോലെയാണെങ്കിൽ പിന്നെ ഈ മതങ്ങളെല്ലാം കൂടി ഒന്നാക്കി ഒരൊറ്റ മതമുണ്ടാക്കി അങ്ങനെ സർവമത സത്യവാദം എന്ന ആശയത്തിലേക്ക് എന്തുകൊണ്ട് ജനങ്ങൾക്ക് പോയിക്കൂടാ? എന്നാൽ ജനങ്ങൾക്കിടയിൽ, മനുഷ്യർക്കിടയിൽ കാലങ്ങളായി നിലനിൽക്കുന്ന ഭിന്നിപ്പും ശിഥിലീകരണവും ശത്രുതയും അനൈക്യവും എല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് ഒരൊറ്റ സമുദായത്തെ സൃഷ്ടിച്ചെടുക്കുവാൻ സാധിക്കുമായിരുന്നല്ലോ. മാത്രമല്ല, ഇന്ന ഇത്തിഫാഖഹും വവഹദതഹും തക്ഫുറു ലഹുമുസ് സആദത്തു ലിൽ ബശരിയ്യ, മനുഷ്യ സമൂഹത്തിന് വിജയിക്കുവാൻ ഏറ്റവും നല്ലത് മതങ്ങളെല്ലാം ഒന്നാകുന്നതാണ്. ഹിന്ദുമതവും ക്രിസ്തുമതവും ജൂതമതവും ഇസ്ലാം മതവും ഒക്കെ പിരിച്ചുവിട്ട് എല്ലാവർക്കും കൂടി ഒരു മതം. എന്നാൽ എന്ത് സംഭവിക്കും? ജൂത ക്രൈസ്തവ മതങ്ങൾക്കിടയിലുള്ള യുദ്ധം ഉണ്ടാവൂല, ജൂത ഇസ്ലാം മതങ്ങൾക്കിടയിലുള്ള യുദ്ധമുണ്ടാവുകയില്ല, ക്രൈസ്തവ ഇസ്ലാം മതങ്ങൾക്കിടയിലുള്ള യുദ്ധമുണ്ടാവുകയില്ല. അങ്ങനെ സംഘട്ടനങ്ങളും സംഘർഷങ്ങളും അനൈക്യവും ഛിദ്രതയും ശിഥിലീകരണവും എല്ലാം ഇല്ലായ്മ ചെയ്ത് മനുഷ്യ സമൂഹത്തെ ഒരൊറ്റ കുടുംബത്തെ പോലെയാക്കി മാറ്റാൻ ഈ സർവമത സത്യവാദം കൊണ്ട് സാധിക്കുമല്ലോ. എന്തുകൊണ്ട് ജനങ്ങൾ അതിന് തടസ്സം നിൽക്കുന്നു എന്ന് ചോദിച്ച് അദ്ദേഹം സർവമത സത്യവാദം രൂപപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ചു. പക്ഷേ ഈ ചിന്തകൾ അദ്ദേഹം പുറത്തുവിട്ടപ്പോഴേക്കും മുസ്ലിം പണ്ഡിതന്മാർ ഇളകി വശായി. മുസ്ലിം മദാനുയായികൾ ഈ ചിന്തകൾക്കെതിരെ രംഗത്ത് വന്നു. അവസാനം ഉമറുദ്ദസൂഖി പറയുന്നത്, വളരെ ദുഃഖിതനായി അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് അദ്ദേഹം പിന്തിരിഞ്ഞു എന്നാണ്. സമയക്കുറവ് കാരണം ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നില്ല. ഈ പുസ്തകത്തിന്റെ 276-ാമത്തെ പേജിൽ ഉമറുദ്ദസൂഖി വിശദീകരിക്കുന്നു, വളരെ പ്രയാസത്തോടെ ഈ സർവമത സത്യവാദം സാധിക്കാത്തതിനുള്ള വളരെ വലിയ വിഷമം അദ്ദേഹത്തിനുണ്ടായി. മാത്രമല്ല, ഉമറുദ്ദസൂഖി മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട്. സർവമത സത്യവാദത്തിന് വേണ്ടി ശ്രമിച്ച, അതിനുവേണ്ടി പ്രവർത്തനങ്ങൾ നടത്തിയ ജമാലുദ്ദീൻ അഫ്ഗാനി മനസ്സിലാക്കാതെ പോയൊരു സത്യമുണ്ടായിരുന്നു. അതെന്താ?
അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, വലൗ ശാഅ റബ്ബുക ലജഅലന്നാസ ഉമ്മത്തൻ വാഹിദ. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും ഇസ്ലാമിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ഈ മനുഷ്യ സമൂഹത്തെ ഒരൊറ്റ സമുദായമായി മുസ്ലിം ഉമ്മത്തായി മാറ്റുവാൻ അള്ളാഹുവിന് സാധിക്കുമായിരുന്നു. പക്ഷേ അള്ളാഹു അങ്ങനെ തീരുമാനിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരൊറ്റ സമുദായമായി ഒരൊറ്റ മതമായി അള്ളാഹു ജനങ്ങളെ സംഘടിപ്പിക്കാതിരുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. പക്ഷേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ വാക്യത്തെ അതിലംഘിച്ചുകൊണ്ടും അവഗണിച്ചുകൊണ്ടുമാണ് ജമാലുദ്ദീൻ അഫ്ഗാനി സർവമത സത്യവാദത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും അതിനുവേണ്ടി ഒരുക്കങ്ങൾ നടത്തുകയും ചെയ്തത് എന്ന് ഉമർ ദസൂഖി വിശദീകരിക്കുന്നു. സർവമത സത്യവാദം. നമ്മുടെ ഇന്ത്യയിൽ അക്ബർ ചക്രവർത്തിക്ക് ഇങ്ങനെ ഒരു വാദമുണ്ടായിരുന്നു. ഹിന്ദുമതത്തിൽ നിന്ന് കുറച്ച്, ക്രൈസ്തവ മതത്തിൽ നിന്ന് കുറച്ച്, ജൂതമതത്തിൽ നിന്ന് കുറച്ച്, ഇസ്ലാം മതത്തിൽ നിന്ന് കുറച്ച്, അങ്ങനെ എല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു അവിയൽ പരുവത്തിലുള്ള ഒരു മതം. ആ മതമാണ് ദീനെ ഇലാഹി എന്ന പേരിൽ ഇന്ത്യൻ ചരിത്രത്തിൽ അറിയപ്പെട്ടത്. അങ്ങനെ ഒരു മതത്തിന് വേണ്ടിയാണ് സഹോദരങ്ങളെ ജമാലുദ്ദീൻ അഫ്ഗാനി പ്രവർത്തിച്ചത്. ആ ജമാലുദ്ദീൻ അഫ്ഗാനിയിൽ നിന്നാണ് കേരളത്തിലെ വഹാബി പ്രസ്ഥാനം അവരുടെ നവോത്ഥാന പ്രവർത്തനങ്ങളിൽ ആശയവും ആദർശവും സ്വീകരിച്ചത് എന്ന് MA മുഹമ്മദ് അലി സുല്ലമി അദ്ദേഹത്തിന്റെ ഗൾഫ് സലഫിസവും മുജാഹിദ് പ്രസ്ഥാനവും എന്ന പുസ്തകത്തിലും കേരള നദ്വത്തുൽ മുജാഹിദീൻ ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിനൊരു ആമുഖം എന്ന പുസ്തകത്തിലും അവകാശപ്പെടുന്നു. മുജാഹിദിന്റെ ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശ സ്രോതസ്, അവരുടെ ശക്തി സ്രോതസ് ജമാലുദ്ദീൻ അഫ്ഗാനിയായിരുന്നു. ജമാലുദ്ദീൻ അഫ്ഗാനിയാണെങ്കിലോ അദ്ദേഹം സർവമത സത്യവാദിയായിരുന്നു. ഈ ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ ശിഷ്യനാണ് മുഹമ്മദ് അബ്ദു. ഇദ്ദേഹം പെണ്ണുപിടിയനും കള്ളുകുടിയനുമായിരുന്നു. മുഹമ്മദ് അബ്ദു നേരത്തെ സൂചിപ്പിച്ച ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന് ആമുഖം എന്ന പുസ്തകത്തിലും അതുപോലെ MA മുഹമ്മദ് അലി സുല്ലമിയും കേരളത്തിലെ ഇസ്ലാഹി പ്രവർത്തനങ്ങൾക്ക്, സമുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക്, നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് പ്രചോദനം നൽകിയത് ജമാലുദ്ദീൻ അഫ്ഗാനിയും മുഹമ്മദ് അബ്ദുവുമാണെന്ന് പറഞ്ഞല്ലോ. ആ മുഹമ്മദ് അബ്ദു കള്ളുകുടിയനും പെണ്ണുപിടിയനുമായിരുന്നു. അത് പറയുന്നതിന് മുമ്പ് സഹോദരങ്ങളെ ഒരു കാര്യം സൂചിപ്പിച്ചോട്ടെ. ജമാലുദ്ദീൻ അഫ്ഗാനി സർവമത സത്യവാദിയാണെന്ന് ഞാൻ സൂചിപ്പിച്ചുവല്ലോ, വിശദീകരിച്ചുവല്ലോ. എന്നാൽ ആ സർവമത സത്യവാദിയിൽ നിന്ന്, ജമാലുദ്ദീൻ അഫ്ഗാനിയിൽ നിന്ന് ആശയം സ്വീകരിച്ചുകൊണ്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്ന വഹാബികളും സർവമത സത്യവാദത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മാതാ അമൃതാനന്ദമയി മനുഷ്യ ദൈവമായി, ആൾ ദൈവമായി കേരളത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന ഒരു പ്രതിഭാസമാണ്. എന്നാൽ നമ്മുടെ വഹാബി പ്രസ്ഥാനം ആ ആൾ ദൈവത്തിന്റെ മടിത്തട്ടിലേക്ക് ആകർഷിക്കപ്പെടുന്ന ചിത്രം സഹോദരങ്ങളെ നിങ്ങൾക്ക് കാണാം. മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനം ആഘോഷിക്കുകയും ആ ജന്മദിനത്തിൽ പത്രത്തിൽ പരസ്യം കൊടുക്കുകയും ചെയ്ത് മാതാ അമൃതാനന്ദമയിയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിൽ വഹാബിസം സഹോദരങ്ങളെ രംഗത്ത് വരികയും ആ കാര്യം നമുക്ക് പറഞ്ഞു തരുന്നതാരാണ്? വഹാബിസത്തിലെ മൗലവി ഗ്രൂപ്പിന്റെ നേതാവും കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ സൂചിപ്പിച്ച വിശദീകരിച്ച അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബർ ഷരീഫ് അടിച്ചു തകർക്കുമെന്ന് പറഞ്ഞ വൃത്തികെട്ട മനുഷ്യനുണ്ടല്ലോ, സക്കരിയ സലാഹി. അദ്ദേഹം സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് മടവൂർ ഗ്രൂപ്പിന്റെ സർവമത സത്യവാദത്തെക്കുറിച്ച് പറയുന്നത് നോക്കൂ. ഈ പ്രബോധനം എവിടെ എത്തി? സിറാജും മാധ്യമം പോലും ഒഴിവാക്കിയ ആൾ ദൈവങ്ങളുടെ പരസ്യം വർത്തമാനത്തിൽ വരുന്നു. കണ്ടോ? അമൃതവർഷം 50. ശ്രീമദ് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ സുവർണ ജയന്തി മഹോത്സവം 2003. സഹോദരങ്ങളെ, അമ്മയുടെ മഹോത്സവം തൗഹീദ് പ്രചരിപ്പിക്കാൻ വേണ്ടി തൗഹീദിന്റെ അനുയായികളാൽ നടത്തപ്പെടുന്ന വർത്തമാനം പത്രത്തിൽ
മൗലവി ഗ്രൂപ്പിൽ നിന്നും ഭിന്നിച്ച് മടവൂർ ഗ്രൂപ്പ് രൂപീകരിച്ച് ആ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ പുറത്തിറക്കിയ പത്രത്തിൽ മാതാ അമൃതാനന്ദമയിയുടെ പടവും അവരുടെ ജന്മദിനാഘോഷത്തോടനുബന്ധിച്ചുള്ള പരസ്യവും സിറാജ് ദിനപത്രം ഒഴിവാക്കി മറ്റ് ദിനപത്രങ്ങളൊക്കെ ഒഴിവാക്കിയ പരസ്യം മടവൂർ ഗ്രൂപ്പ് ഏറ്റെടുത്ത് പ്രസിദ്ധീകരിച്ചു എന്നാണ് സക്കരിയ സലാഹി പറയുന്നത്. അത് മാത്രമല്ല, ഹൈന്ദവ സഹോദരങ്ങളിൽ ഒരു ഏർപ്പാടുണ്ട്. അതെന്താ? കുട്ടികളെ എഴുത്തിനിരുത്ത 4 or 3 ഒക്കെ വയസ്സാവുമ്പോ ചെറിയ കുട്ടികളെ അമ്പലത്തിലോ ക്ഷേത്രങ്ങളിലോ കൊണ്ടുപോയി എഴുത്തിനിരുത്തുന്ന ഒരു സമ്പ്രദായം ഹൈന്ദവ സഹോദരങ്ങളിൽ കാണാൻ പറ്റും. അതിനുവേണ്ടി ഗുരുവായൂർ അമ്പലത്തിലും അതുപോലെ മറ്റ് ക്ഷേത്രങ്ങളിലൊക്കെ പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തി ഹൈന്ദവ ആചാര്യന്മാരും ഹൈന്ദവ പുരോഹിതന്മാരും ചെറിയ കുട്ടികളെ എഴുത്തിനിരുത്തി അവരുടെ വിദ്യാഭ്യാസത്തിന് അക്ഷരം കുറിക്കുന്ന സമ്പ്രദായം. എന്നാൽ ആ പരിപാടിക്ക് ഹൈന്ദവരുടെ എഴുത്തിനിരുത്ത് പോലെ അതിന് നേതൃത്വം നൽകിക്കൊണ്ട് സഹോദരങ്ങളെ മടവൂർ ഗ്രൂപ്പിന്റെ ഒരു നേതാവ് ഹാഫിസ് മുഹമ്മദ് രംഗത്ത് വരികയും ഒരു മുസ്ലിം കുട്ടിക്ക് ഹൈന്ദവാചാരപ്രകാരം അദ്ദേഹം എഴുത്തിനിരുത്തുകയും ചെയ്യുന്ന ചിത്രം മൗലവി ഗ്രൂപ്പ് പുറത്തുവിട്ടത് നോക്കൂ നിങ്ങൾ സ്ക്രീനിൽ. എഴുത്തിനിരുത്തിനെ സംബന്ധിച്ച് ഇപ്പോ ഒരു മുസ്ലിം സാഹിത്യകാരൻ, ആരാണ് ആ മുസ്ലിം സാഹിത്യകാരൻ? NP ഹാഫിസ് മുഹമ്മദ്. അയാൾ ആരാണ്? ഇവരുടെ പത്രത്തിന്റെ ആള്. കണ്ടോ, മുസ്ലിം കുട്ടിക്കാണ് അരിശ്രീ കുറിച്ചു കൊടുക്കുന്നത്. പർദ്ദയിട്ട പെണ്ണുങ്ങൾ അപ്പുറത്തു നിൽക്കുകയാണ്. എവിടെ നോക്കൂ നിങ്ങൾ, പർദ്ദയിട്ട പെണ്ണുങ്ങളെ സാക്ഷി നിർത്തി മുസ്ലിം കുട്ടിക്ക് അക്ഷരം കുറിക്കുന്നു. ആര്? മുജാഹിദിന്റെ നേതാവ് MP ഹാഫിസ് മുഹമ്മദ്. ഇത് മൗലവി ഗ്രൂപ്പ് വിമർശിക്കുന്നത് എന്തിന്റെ പേരിലാ? ഗ്രൂപ്പിന്റെ പേരിൽ മാത്രമാണ്. മൗലവി ഗ്രൂപ്പ് ഈ കാര്യത്തെ വിമർശിക്കുന്നത് ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിലാ. ഞാനൊരു കാര്യം പറയാം, ഈ ഹാഫിസ് മുഹമ്മദോ അല്ലെങ്കിൽ നേരത്തെ അമൃതാനന്ദമയിയുടെ പരസ്യം കൊടുത്ത പത്രത്തിന്റെ ഉടമസ്ഥനോ മൗലവി ഗ്രൂപ്പിലാണെങ്കിൽ തീർച്ചയായും ഈ പ്രവർത്തനം തെറ്റായി വിശദീകരിക്കപ്പെടുകയില്ല. അത് ഗ്രൂപ്പ് മാറിയപ്പോ വലിയ ഒരു അപരാധമായി. വാസ്തവത്തിൽ 2 കൂട്ടരും ഒരുമിച്ച് സംയുക്തമായി നടത്തുന്ന തോന്നിവാസങ്ങളുടെ ചിത്രമാണ് സഹോദരങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ജമാലുദ്ദീൻ അഫ്ഗാനി എന്ന സർവമത സത്യവാദിയിൽ നിന്നാണ് മൗലവി ഗ്രൂപ്പും അതുപോലെ തന്നെ മടവൂർ ഗ്രൂപ്പും ഒരുപോലെ ആശയം സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഇതേ ജമാലുദ്ദീൻ അഫ്ഗാനിയെക്കുറിച്ച് ഗൾഫിലുള്ള വഹാബി സലഫി പണ്ഡിതന്മാരുടെ വീക്ഷണം എന്താണ്? ഇദ്ദേഹം പാശ്ചാത്യരുടെ ഏജന്റാണ് എന്നാണ് ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. ഈ പുസ്തകത്തിന്റെ 25ാമത്തെ പേജിൽ നോക്കൂ നിങ്ങൾ. എന്നാൽ ജമാലുദ്ദീൻ അഫ്ഗാനിയെ വാഴ്ത്തുന്ന ഒരു സലഫിയെ ഗൾഫ് രാഷ്ട്രങ്ങളിൽ കണ്ടെത്താൻ പ്രയാസമാണ്. അവിടത്തെ സലഫികളും ഇഖ്വാനികളുമെല്ലാം അദ്ദേഹത്തെ പാശ്ചാത്യരുടെ ഏജന്റായാണ് ചിത്രീകരിക്കുന്നത്. പാശ്ചാത്യൻ സംസ്കാരത്തെ മുസ്ലിം ലോകത്തേക്ക് ഇറക്കുമതി ചെയ്തത് അദ്ദേഹമാണെന്ന് അവർ പറയുന്നു. നോക്കൂ നിങ്ങൾ, മക്കയിലും മദീനയിലും ഗൾഫ് രാജ്യങ്ങളിലുമുള്ള സലഫികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന വഹാബികൾ കേരളത്തിലെ നവോത്ഥാന പ്രവർത്തനങ്ങൾക്കും സമുദ്ധാരണ പ്രവർത്തനങ്ങൾക്കും ആശയം പകരുകയും പ്രചോദനം നൽകുകയും ചെയ്തുവെന്ന് കരുതപ്പെടുന്ന വിശേഷിപ്പിക്കപ്പെടുന്ന ജമാലുദ്ദീൻ അഫ്ഗാനിയെ അവര് കാണുന്നത് ഇദ്ദേഹം പാശ്ചാത്യരുടെ ഏജന്റാണ്. പാശ്ചാത്യൻ സംസ്കാരം, പടിഞ്ഞാറൻ സംസ്കാരം ഇസ്ലാമിക സമൂഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രവർത്തിക്കുകയും അതിനുവേണ്ടി നേതൃത്വം നൽകുകയും ചെയ്ത വ്യക്തിയാണ് ജമാലുദ്ദീൻ അഫ്ഗാനി എന്ന് ഗൾഫ് സലഫികൾ പറയുകയും അവരങ്ങനെ വിശദീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു എന്നാണ് ഗൾഫ് സലഫിസം എന്ന പുസ്തകത്തിൽ MA മുഹമ്മദ് അലി സുല്ലമി വിശദീകരിക്കുന്നത്. അതിന്റെ 25ാമത്തെ പേജിൽ സഹോദരങ്ങളെ ഈ വിശദീകരണം കാണാം. ഈ സർവമത സത്യവാദിയായി, പാശ്ചാത്യൻ ഏജന്റായി, പടിഞ്ഞാറൻ സംസ്കാരത്തിന്റെ ഉറച്ച വക്താവായി പ്രവർത്തിച്ചിരുന്ന
ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ ശിഷ്യനാണ് മുഹമ്മദ് അബ്ദു. ഈ മുഹമ്മദ് അബ്ദുവിന്റെ അവസ്ഥ എന്താണ്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇയാള് തികഞ്ഞ കുടിയനും തികഞ്ഞ പിടിയനുമായിരുന്നു. കള്ള് കിട്ടിയാ കുടിക്കും, പെണ്ണ് കിട്ടിയാ പിടിക്കും. രണ്ടും ഒരുപോലെ കൃത്യമായി നിർവഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു മുഹമ്മദ് അബ്ദു എന്ന് അൽ ഖസീദത്തുർ റാഇയ എന്ന ഗ്രന്ഥത്തിൽ അല്ലാമ യൂസുഫ് നബ്ഹാനി റഹ്മത്തുള്ളാഹി അലൈഹി സഹോദരങ്ങളെ രേഖപ്പെടുത്തുന്നു. അദ്ദേഹം മുഹമ്മദ് അബ്ദുവിന്റെ നീചമായ പ്രവർത്തനങ്ങൾ ഒരു കവിതയിലൂടെ ചിത്രീകരിക്കുന്നത് നോക്കൂ നിങ്ങൾ. യുആശിറു നിസ്വാനൻ നസ്വാറാ വലാ യറാ ബിദാലിക മിൻ ബഅസിൻ വഇൻ കശഫ السترا ويأكل معهم كل ما يأكلونه ويشربها حمراء إن شاء صفراء. എന്താണ് യൂസുഫ് നബ്ഹാനി പറയുന്നത്? യുആശിറു നിസ്വാനൻ നസാറാ വലാ യറാ. ഇദ്ദേഹം ക്രിസ്ത്യൻ പെണ്ണുങ്ങളോടുകൂടെ ശയിച്ചിരുന്നു. ക്രൈസ്തവ സ്ത്രീകളോടൊപ്പം ശയിച്ചിരുന്ന വ്യക്തിയായിരുന്നു മുഹമ്മദ് അബ്ദു. വലാ യറാ ബിദാലിക മിൻ ബഅസിൻ. അങ്ങനെ ക്രൈസ്തവ വനിതകളോടൊപ്പം ശയിക്കുന്നത് സംബന്ധിച്ച് യാതൊരു വിരോധവും അദ്ദേഹം കണ്ടിരുന്നില്ല. എന്തെങ്കിലും ഒരു തെറ്റ് ആ വിഷയത്തിൽ അദ്ദേഹം കണ്ടിരുന്നില്ല. വഇൻ കശഫ സിത്ര. അടിവസ്ത്രം ഉരിഞ്ഞുകൊണ്ടാണ് ക്രൈസ്തവ സ്ത്രീകളോടൊപ്പം ശയിക്കുന്നതെങ്കിൽ പോലും അതിലൊരു തെറ്റോ കുറ്റമോ കാണാത്ത വ്യക്തിയായിരുന്നു മുഹമ്മദ് അബ്ദു എന്ന് സമകാലീനനായ ബഹുമാനപ്പെട്ട യൂസുഫ് നബ്ഹാനി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ 216 പേജിൽ വിശദീകരിക്കുന്നു. അപ്പോ ഇദ്ദേഹം പെണ്ണുപിടിയനായിരുന്നു. രണ്ടാമത് വിശദീകരിക്കുന്നു, വയഅകൂലു മാഹും കുല്ലമാ യഅകുലൂനഹു വയശ്റബുഹാ ഹംറാ ഇൻ ശാഅ സഫറാ. ഇദ്ദേഹം ഈ ക്രൈസ്തവ സ്ത്രീകളോടൊന്നിച്ച് അവര് ഭക്ഷിക്കുന്നതൊക്കെയും ഭക്ഷിക്കും. അവര് ഭക്ഷിക്കുന്നതൊക്കെയും ഭക്ഷിക്കും എന്ന് പറഞ്ഞാൽ അവര് പന്നി തിന്നാൽ ഇദ്ദേഹം പന്നി തിന്നും, അവര് കള്ളു കുടിച്ചാൽ ഇദ്ദേഹം പള്ളു കുടിക്കും. നോക്കൂ പറയുന്നത്, വയശ്റബുഹാ ഹംറാ ഇൻ ശാഅ സഫറാ. മഞ്ഞ ദ്രാവകവും ചുവന്ന ദ്രാവകവും ഇദ്ദേഹം ധാരാളമായി കുടിക്കുമായിരുന്നു. വയുഫ്തീ ബിഹില്ലിൽ മുസ്കിറാത്തി ജമീഹാ. എല്ലാ ലഹരി പദാർത്ഥങ്ങളും എല്ലാ കള്ളും അത് ഹലാലാണ്, അനുവദനീയമാണ് എന്ന് ഈ മനുഷ്യൻ ഫത്വ കൊടുത്തിരുന്നു. ഇദാഹിയ ബിൽ അസ്മാഇ ഖാലഫത്തുൽ ഖംറ. കള്ള് എന്ന പേര് മാറ്റി വിസ്കി എന്നോ ബ്രാൻഡി എന്നോ ചാരായമെന്നോ വിവിധ പേരുകളിൽ കള്ളുകൾ ഉണ്ടല്ലോ, കള്ള് എന്ന പേര് മാറ്റിയിട്ടാൽ ഏത് ലഹരി പദാർത്ഥങ്ങളും അനുവദനീയമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഫത്വ കൊടുക്കാറുണ്ടായിരുന്നു. മാത്രമല്ല, വയഖൂലു മഖ്നൂകൻ വയുഫ്തി ബിഹില്ലിഹി ലിഅല്ലാ യഖൂലു ഇന്നഹു ഇർതകബൽ വിസ്റാ. വയഖൂലു മഖ്നൂകൻ. ഈ മനുഷ്യൻ ശവം തിന്നുമായിരുന്നു. ആര്? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് ആവേശം പകർന്ന മുഹമ്മദ് അബ്ദു പെണ്ണുപിടിയനായിരുന്നു, കള്ളുകുടിയനായിരുന്നു. അതിന് പുറമെ വയഖൂലു മഖ്നൂകൻ. ഈ മനുഷ്യൻ ശവം തിന്നിരുന്നു. വയുഫ്തി ബിഹില്ലിഹി. ശവം തിന്നൽ അനുവദനീയമാണെന്ന് അദ്ദേഹം ഫത്വ കൊടുത്തിരുന്നു. ലിഅല്ലാ യഖൂലു ഇന്നഹു ഇർതകബൽ വിസ്റാ. ശവം തിന്നൽ അനുവദനീയമാണ് എന്ന് ഫത്വ കൊടുക്കാതെ ശവം തിന്നാൽ ഇദ്ദേഹം ഒരു ശവം ദീനിയാണ് എന്ന് ജനങ്ങൾ പറയുമല്ലോ, ഇദ്ദേഹം ഒരു തെറ്റ് ചെയ്തു എന്ന് ജനങ്ങൾ പറയുമല്ലോ. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്യും? ആദ്യം അത് ഹലാലാണെന്ന് പറഞ്ഞ് ഫത്വ കൊടുക്കും. പന്നിയിറച്ചി തിന്നാൽ അല്ലെങ്കിൽ ചത്തുപോയ ഒരു സാധനത്തിന്റെ ഇറച്ചി തിന്നാൽ ആളുകൾ പറയില്ലേ ഇദ്ദേഹം ചത്ത സാധനമാണ് തിന്നുന്നത് എന്ന്? അതിന് അദ്ദേഹം ആദ്യം എന്ത് ചെയ്യും? ചത്ത സാധനത്തെ തിന്നൽ, അതായത് ശവം തിന്നൽ അനുവദനീയമാണ് എന്ന് പറഞ്ഞ് ഫത്വ കൊടുക്കും. കള്ളു കുടിക്കുമ്പോ കള്ളുകുടി തെറ്റാണ് എന്ന് ജനങ്ങൾ പറയലെപ്പോഴാണ്? കള്ളുകുടി ഹറാമാകുമ്പോഴല്ലേ? ആദ്യം തന്നെ ഒരു ഫത്വ കൊടുക്കുക, എന്ത്? കള്ളുകുടി അനുവദനീയാണ്, നാ പിന്നെ കുടിക്കാലോ.
ശവം തിന്നൽ തെറ്റാണ് എന്ന് ജനങ്ങളെപ്പോഴാ പറയാ? അത് തെറ്റായും ഹറാമായും വിശ്വസിക്കപ്പെടുമ്പോഴല്ലേ. പക്ഷെ ആദ്യം മുഹമ്മദ് അബ്ദു എന്ത് ചെയ്യും? ശവം തിന്നൽ അനുവദനീയമാണ് എന്ന് പറഞ്ഞൊരു ഫത്വ കൊടുക്കും. കള്ള് കുടിക്കൽ അനുവദനീയമാണ് എന്ന് ഫത്വ കൊടുക്കും. അങ്ങനെ ഫത്വ കൊടുത്ത ശേഷം ഇദ്ദേഹം കള്ള് കുടിക്കുകയും ശവം തിന്നുകയും ചെയ്യും. മാത്രമല്ല, വീണ്ടും മുഹമ്മദ് അബ്ദുവിന്റെ തോന്നിവാസങ്ങളെക്കുറിച്ച് അല്ലാമ യൂസുഫ് നബ്ഹാനി തന്റെ അൽ ഖസീദത്തുർ റായിയ എന്ന ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നു. വതഹ്ലീലുഹു ലുബ്സൽ ബറാഇതി വറിബ ബിഹി ബഅദു അഹ്ലിൽ ഇൽമി ഖദ് അൽഹഖൽ കുഫ്റാ. ഈ മനുഷ്യൻ പലിശ അനുവദനീയമായി പ്രഖ്യാപിച്ചിരുന്നു. പലിശ അനുവദനീയമായി പ്രഖ്യാപിച്ചിരുന്നു. മാത്രമല്ല, ലുബ്സൽ ബറാനീതി, ഇദ്ദേഹം പട്ടുധരിക്കൽ അനുവദനീയമായി പ്രഖ്യാപിച്ചിരുന്നു. ഇസ്ലാമിൽ പുരുഷന്മാർക്ക് പട്ടുധരിക്കൽ ഹറാമാണ്. എന്നാൽ മുഹമ്മദ് അബ്ദു പട്ടുധരിക്കൽ അനുവദനീയമായി പ്രഖ്യാപിച്ചിരുന്നു. വറിബ, പലിശ അനുവദനീയമാണെന്ന് ഇദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. ബിഹി, ഇക്കാരണം കൊണ്ട് ബഅദു അഹ്ലിൽ ഇൽമി, ചില പണ്ഡിതന്മാർ ഖദ് അൽഹഖൽ കുഫ്റ, ഈ മനുഷ്യൻ കാഫിറാണെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. പലിശ ഹറാമാക്കിയ ഇസ്ലാമിന്റെ വിധി ധിക്കരിച്ചുകൊണ്ട് പലിശ അനുവദനീയമാണെന്ന് പ്രഖ്യാപിച്ച മുഹമ്മദ് അബ്ദുവിനെ കുറിച്ച്, പട്ടുവസ്ത്രം ധരിക്കൽ ഹറാമാണ് എന്ന ഇസ്ലാമിന്റെ വിധി ധിക്കരിച്ചുകൊണ്ട് പട്ടുവസ്ത്രം ധരിക്കൽ അനുവദനീയമാണെന്ന് ഫത്വ പുറപ്പെടുവിച്ച മുഹമ്മദ് അബ്ദുവിനെ കുറിച്ച് ഇദ്ദേഹം കാഫിറാണെന്ന് വരെ സഹോദരങ്ങളെ പണ്ഡിതന്മാർ വിധി എഴുതിയിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞില്ല. അല്ലാമ യൂസുഫ് നബ്ഹാനി വിശദീകരിക്കുന്നു. വകംസാറ ബാരീസ വലുന്ദൂറതൻ വലം യസ്റു മക്കത യൗമൻ വലാ തയ്യിബതൽ ഗറാ. ഈ മുഹമ്മദ് അബ്ദു പാരീസിൽ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. ലണ്ടനിൽ അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ട്. പടിഞ്ഞാറൻ രാജ്യങ്ങളിലൊക്കെ അദ്ദേഹം ഒത്തിരി തവണ ഉല്ലാസയാത്രയ്ക്ക് വേണ്ടി പോയിട്ടുണ്ട്. പക്ഷേ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഈ മനുഷ്യൻ മക്ക സന്ദർശിച്ചിട്ടില്ല, മക്കയിൽ പോയിട്ടില്ല, മദീനയിൽ പോയിട്ടില്ല. ലോകമാകെ ചുറ്റി നടന്ന് ഉല്ലാസയാത്ര നടത്തിയ, പാരീസിൽ പോയ, പേർഷ്യയിൽ പോയ, ലണ്ടനിൽ പോയ, അങ്ങനെ എല്ലാ രാജ്യങ്ങളിലും ഉല്ലാസയാത്ര നടത്തിയ മുഹമ്മദ് അബ്ദു ഒരിക്കൽ പോലും മക്ക സന്ദർശിച്ചിട്ടില്ല, ഒരിക്കൽ പോലും മദീന സന്ദർശിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് യൂസുഫ് നബ്ഹാനി അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി അദ്ദേഹത്തിന്റെ ചരിത്രം വസ്തുനിഷ്ഠമായി അവതരിപ്പിക്കുന്നു. ഇദ്ദേഹം പെണ്ണുപിടിയനും കള്ളുപിടിയനും പലിശ ഭക്ഷിക്കുന്നവനും പലിശ അനുവദനീയമായി പ്രഖ്യാപിക്കുന്നവനും അതുപോലെ പട്ട് അനുവദനീയമായി പ്രഖ്യാപിക്കുന്നവനും ശവം തീമിയുമായ മനുഷ്യനായിരുന്നു. സഹോദരങ്ങളെ, കവിതയിൽ ആ കാര്യം പറഞ്ഞതിന് ശേഷം അല്ലാമ യൂസുഫ് നബ്ഹാനി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ 216 പേജിൽ നേരത്തെ വിശദീകരിച്ച കാര്യം വിശദമായി പിന്നീട് സമർത്ഥിക്കുന്നു. യുആശീറു നിസ്വാനൻ നസ്വാറാ വലാ നറാ, യുആശീറു നിസ്വാനൻ നസ്വാറാ വലാ യറാ ബിദാലിക മിൻ ബഅസിൻ വഇൻ കാശഫ സിത്റാ. ഈ കവിത നസ്രാണി സ്ത്രീകളോട് ഇടകലർന്ന് അദ്ദേഹവും നസ്രാണി സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ശയിക്കുകയും അത് യാതൊരു വിരോധവും അദ്ദേഹം കണ്ടിരുന്നില്ല, മുഹമ്മദ് അബ്ദു കണ്ടിരുന്നില്ല. മാത്രമല്ല, അടിവസ്ത്രം ഉരിഞ്ഞുകൊണ്ട് നസ്രാണി പെണ്ണുങ്ങളോടൊപ്പം ശയിച്ച് അവരോടൊപ്പം കിടന്നുറങ്ങി അവരോടൊപ്പം ജീവിക്കുന്ന വ്യക്തിയായിരുന്നു മുഹമ്മദ് അബ്ദു എന്ന് പറഞ്ഞ കവിതാശകലത്തെ വിശദീകരിച്ചുകൊണ്ട് യൂസുഫ് നബ്ഹാനി പറയുന്നു, അല്ലദീ അഅലമഹു മിൻ ഹാലി ശൈഖ് മുഹമ്മദ് അബ്ദ വകുല്ലു മൻ അറഫഹു ബിഇൽമിഹി വകുല്ലു മൻ അറഫഹു യഅലംഹു കദാലിക. ഞാൻ ഈ പറയുന്നത് ഇത് ഞാൻ മാത്രം മനസ്സിലാക്കിയ കാര്യമല്ല. എനിക്ക് മുഹമ്മദ് അബ്ദുവിനോട് എന്തോ ഒരു ദേഷ്യം ഉണ്ടായിട്ട് ഞാൻ പറയാന്ന് മനസ്സിലാക്കണ്ട. ആര് പറയാ? യൂസുഫ് നബ്ഹാനി പറയാണ്. ഇത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച, അദ്ദേഹത്തെ അറിയുന്ന എല്ലാ ആളുകൾക്കും ഇതറിയാം. ഇത് ഒരു രാജ്യത്ത് മാത്രമല്ല, എല്ലാ സ്ഥലത്തും ഇങ്ങനെയാണ്. ഖാനഫി ബൈറൂത്ത
അദ്ദേഹം ബൈറൂത്തിലായിരുന്നപ്പോൾ മൻഫിയൻ ബൈറൂത്തിലേക്ക് നാടുകടത്തപ്പെട്ട ഒരു സന്ദർഭമുണ്ടായി. ആ സന്ദർഭത്തിൽ കാന കസീറൽ മുഖാലതത്തി ലിന്നസ്വാറ, നസ്രാണികളുമായി ഇടകലർന്ന് അദ്ദേഹം ജീവിച്ചിരുന്നു. വസിയാറത്തി ലഹും ഫീ ബുയൂതിഹിം, അവരുടെ വീടുകളിൽ അവരെ സന്ദർശിക്കാൻ വേണ്ടി അദ്ദേഹം പോകുമായിരുന്നു. പിന്നെ എന്തായിരുന്നു? ക്രൈസ്തവ ഭവനങ്ങൾ സന്ദർശിക്കുന്നതിലുള്ള അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്തായിരുന്നു? വൽ ഇഖ്തിലാത്തി മഅ നിസാഇഹിം, ക്രൈസ്തവ വനിതകളോടൊപ്പം കൂടിക്കലർന്നുകൊണ്ട് ബിദൂനി തസത്തുരിൻ, അടിവസ്ത്രം പോലുമില്ലാതെ തികച്ചും പരിപൂർണമായും നഗ്നരായ ക്രൈസ്തവ വനിതകളോടൊപ്പം ഇടകലർന്നുകൊണ്ട് യാതൊരു ലജ്ജയുമില്ലാതെ ഈ മനുഷ്യൻ ജീവിച്ചിരുന്നു. ഹാദാ മിമ്മാ യഅലമുഹു കുല്ലു മൻ അറഫ ഹാലഹു ഫീ ഹാദിഹിൽ ബിലാദി, ഈ നാട്ടിൽ മുഹമ്മദ് അബ്ദുവിനെ കുറിച്ച് അറിയുന്ന എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണിത് എന്ന് പറഞ്ഞ് അദ്ദേഹം വിശദീകരിക്കുന്നു. ഫളൻ അൻ അസ്വാരിഹിൽ മശ്ഹൂറത്തി ഇലാ ബിലാദി ഊർബ, യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇദ്ദേഹം യാത്ര ചെയ്തിരുന്ന സമയത്ത് അതിലും വലിയ വൃത്തികേടുകൾ നടന്നിട്ടുണ്ട്. വഖ്തിലാത്തിഹി ബിനിസാഇൽ ഫ്രഞ്ചി, ഫ്രഞ്ച് സ്ത്രീകളോട് അദ്ദേഹം ഇടകലർന്ന് ജീവിച്ചിരുന്നു. വർത്തിക്കാബിഹി അൽ മുൻകറാത്തി, ഇദ്ദേഹം ഒരുപാട് തോന്നിവാസങ്ങൾ ചെയ്തിരുന്നു. മിൻ ശുർബിൽ ഖംരി, കള്ള് കുടിച്ചിരുന്നു. വാക്കലിൽ മിൻ ഖനഖത്തി, ഇദ്ദേഹം ശവം തിന്നിരുന്നു. വതർക്കി സ്വലവാത്തി, ഇദ്ദേഹം നിസ്കാരം ഉപേക്ഷിച്ചിരുന്നു. സഹോദരങ്ങളെ, നിസ്കാരം ഉപേക്ഷിക്കുക. ആര്? മുഹമ്മദ് അബ്ദു. ആരുടെ നേതാവ്? കേരളത്തിലെ വഹാബിസത്തിന്റെ നേതാവ്. കേരളത്തിലെ വഹാബിസത്തിന് എല്ലാവിധ ആശയ സ്രോതസ്സായി പ്രവർത്തിക്കുന്ന, അവർക്ക് ഊർജവും ആർജവവും പകർന്നു കൊടുക്കുന്ന മുഹമ്മദ് അബ്ദുവിനെ കുറിച്ചുള്ള വൃത്തികേടുകളാണ് യൂസുഫ് നബ്ഹാനി വിവരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മനുഷ്യൻ കള്ളുകുടിയനായിരുന്നു, ഈ മനുഷ്യൻ പെണ്ണുപിടിയനായിരുന്നു, ഈ മനുഷ്യൻ നിസ്കാരം ഉപേക്ഷിച്ചിരുന്നു, ഈ മനുഷ്യൻ ശവം തിന്നിരുന്നു, ഈ മനുഷ്യൻ പലിശ അനുവദനീയമായി പ്രഖ്യാപിച്ചിരുന്നു, ഈ മനുഷ്യൻ കള്ള് അനുവദനീയമായി പ്രഖ്യാപിച്ചിരുന്നു, ഈ മനുഷ്യൻ ശവം തിന്നുന്ന, പട്ട് അനുവദിക്കുന്ന, പലിശ ഭക്ഷിക്കുന്ന നികൃഷ്ടനായ നീചരിൽ നീചനായ തെമ്മാടികളുടെ നേതാവായിരുന്നു എന്ന് അല്ലാമ യൂസുഫ് നബ്ഹാനി അദ്ദേഹത്തിന്റെ അൽ ഖസീദത്തുർ റായിയ എന്ന ഈ ഗ്രന്ഥത്തിൽ സവിസ്തരം പ്രതിപാദിക്കുന്നു. ഇയാളാണ് ഇപ്പൊ നേതാവ്. ഇയാളാണ് കേരളത്തിലെ വഹാബിസത്തിന്റെ നേതാവ്. എം.ഐ. മുഹമ്മദ് അലി സുല്ലമിയും അതുപോലെ ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന് ആമുഖം എന്ന പുസ്തകത്തിൽ സഹോദരങ്ങളെ കേരള നദ്വത്തുൽ മുജാഹിദീനും വിശദീകരിക്കുന്നത് ഇയാളാണ് ഞങ്ങളുടെ നേതാവ്. ആര്? ഒന്ന് ജമാലുദ്ദീൻ അഫ്ഗാനി, രണ്ട് മുഹമ്മദ് അബ്ദു. ആദ്യത്തെ ആള് സർവമത സത്യവാദി, രണ്ടാമത്തെ ആള് കള്ളുകുടിയൻ, പെണ്ണുപിടിയൻ. ഇവരെ നേതാവാക്കിയാൽ പിന്നെ കള്ളുകുടിയന്മാരെ നേതാവാക്കുന്ന ആളുകൾ കുറച്ച് കുടിച്ചു നോക്കുമല്ലോ. കള്ളുകുടിയന്മാരെ നേതാവായി സ്വീകരിക്കുന്നവർ സഹോദരങ്ങളെ കുറച്ച് കുടിക്കാറ് തരമുണ്ടോ? അത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ വിശദീകരിച്ചോട്ടെ. ഈ മുഹമ്മദ് അബ്ദുവിന്റെ മറ്റൊരു സ്വഭാവമായിരുന്നു ഇദ്ദേഹം മുഅ്ജിസത്ത് നിഷേധിക്കുന്ന വ്യക്തിയായിരുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്തുകളൊക്കെ ഇയാൾ നിഷേധിക്കും. ധാരാളം ഉദാഹരണങ്ങൾ അതിന് പറയാനുണ്ട്. ഇസ്രാ മിഅ്റാജ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ പ്രധാനപ്പെട്ട മുഅ്ജിസത്താണ്. അത് അദ്ദേഹം നിഷേധിച്ചു. രണ്ടാമത്, നമുക്കെല്ലാവർക്കും അറിയാവുന്ന പരിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമാക്കിയ ഒരു വലിയ സംഭവമുണ്ട്. കഅബാലയം ആക്രമിക്കുന്നതിന് വേണ്ടി അബ്രഹത്തിന്റെ നേതൃത്വത്തിൽ ആനസൈന്യം വന്ന ഒരു സംഭവം സൂറത്തുൽ ഫീലിൽ അല്ലാഹ് പറയുന്നുണ്ട്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ എന്ന് പറഞ്ഞ് നമ്മൾ അലംതറ സൂറത്തുണ്ടല്ലോ, ആ അലംതറ സൂറത്തിൽ കഅബാലയം ആക്രമിക്കാൻ വേണ്ടി വന്ന അബ്രഹത്ത് സൈന്യത്തെ അല്ലാഹു അബാബീൽ പക്ഷികളെ നിയോഗിച്ചുകൊണ്ട് തുരത്തി ഓടിച്ച സംഭവം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എന്നാൽ നമ്മുടെ മുഹമ്മദ് അബ്ദു പറയുന്നത് അബാബീൽ പക്ഷികളെ അയച്ചുകൊണ്ട് അല്ലാഹു തആല
കഅബാലയം തകർക്കാൻ വേണ്ടി വന്ന അബ്രഹത്തിന്റെ സൈന്യത്തെ തുരത്തിയത് ഇദ്ദേഹത്തിന് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസം. അപ്പൊ ഈ അബാബീൽ പക്ഷികളെ ഇദ്ദേഹം എന്ത് ചെയ്തു? അത് പ്ലാഗ് രോഗമാണെന്ന് പറഞ്ഞു. നമ്മളെ സലാം സുല്ലമി ഉണ്ടല്ലോ, ഇന്നലെ പ്രസംഗിച്ചേ, ഇദ്ദേഹം മൂത്രപ്പുരയിലേക്ക് കടക്കുമ്പോ, കക്കൂസിലേക്ക് പ്രവേശിക്കുമ്പോ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസി, ആൺപിശാചുക്കളെ തൊട്ടും പെൺപിശാചുക്കളെ തൊട്ടും കാവൽ ചോദിച്ചുകൊണ്ട് വേണം മലമൂത്ര വിസർജനത്തിന് വേണ്ടി അതിന് തയ്യാറാക്കപ്പെട്ട സ്ഥലങ്ങളിലേക്ക് പ്രവേശിക്കേണ്ടത്. അത് സുന്നത്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. പക്ഷെ ഈ മനുഷ്യൻ അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അദ്ദേഹം അതിന് അർത്ഥം വെച്ചു, അത് ആൺകൊതുകും പെൺകൊതുകുമാണ്. ആൺപിശാചിനെ തൊട്ടും പെൺപിശാചിനെ തൊട്ടും കാവൽ തേടിക്കൊണ്ട് നിങ്ങൾ കക്കൂസിലേക്ക് മൂത്രപ്പുരയിലേക്ക് കടക്കണം എന്ന് ബുഖാരിന്റെ ഹദീസാണ്. അത് എല്ലാവരും ചൊല്ലുകയും അത് മദ്രസാകാലം തൊട്ട് തന്നെ മുസ്ലിമീങ്ങൾ പഠിക്കുന്നതുമാണ്. പിശാചുക്കൾ ഉണ്ടാകും, പെണ്ണുമുണ്ടാകും, ആണുമുണ്ടാകും. അവരുടെ ശല്യം ഏറ്റവും അനുഭവപ്പെടുക ഇത്തരം സ്ഥലങ്ങളിലാണ്. അതുകൊണ്ട് അതിനെ തൊട്ട് അഭയം ചോദിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ അത്തരം സ്ഥലങ്ങളിലേക്ക് പ്രവേശിക്കാൻ എന്ന് റസൂലുള്ള പറഞ്ഞു. പക്ഷേ അബ്ദുസ്സലാം സുല്ലമിയുടെ ബുദ്ധിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, അത് ആൺപിശാജ് പെൺപിശാജ് എന്നൊക്കെ പറഞ്ഞാൽ അത് ആലങ്കാരിക പ്രയോഗമാണ്. അത് കക്കൂസിന്റെ അകത്ത് ആൺകൊതുകും പെൺകൊതുകും ഉണ്ടാവുമല്ലോ. അപ്പൊ ആൺകൊതുകിനെ തൊട്ടും പെൺകൊതുകിനെ തൊട്ടും കാവൽ ചോദിച്ചുകൊണ്ട് നിങ്ങൾ കക്കൂസിലേക്ക് പോകണം, മൂത്രപ്പുരയിലേക്ക് പോകണം എന്നാണ് അതിന്റെ അർത്ഥമെന്ന് ഈ വിവരദോഷിയായ മനുഷ്യൻ, സഹോദരങ്ങളെ, അദ്ദേഹത്തിന്റെ ബുഖാരിയുടെ പരിഭാഷയിൽ എഴുതി വെച്ചു. ആ മനുഷ്യന് പ്രചോദനം കിട്ടിയത് എവിടുന്ന? ഇതാ ഈ മുഹമ്മദ് അബ്ദുവിൽ നിന്നാ. ഇദ്ദേഹം സൂറത്തുൽ ഫീലിൽ അബ്രഹത്തിന്റെ ആന സൈന്യത്തെ അല്ലാഹു അബാബീൽ പക്ഷികൾ എന്ന് പറയുന്ന അത്ഭുതകരമായ പക്ഷികളെ വിട്ടുകൊണ്ട് ആന സൈന്യത്തെ തുരത്തി ഓടിച്ചു എന്ന് പറയുന്നതിന് ഇദ്ദേഹം അർത്ഥം കൊടുത്തു. അത് പക്ഷികളൊന്നുമല്ല, പിന്നെ അബ്രഹത്തിന്റെ സൈന്യത്തിലേക്ക് പ്ലാഗ് രോഗത്തിന്റെ അണുക്കൾ വന്ന് വീണുന്നാണ്. അങ്ങനെ പ്ലാഗ് രോഗം പിടിപെട്ടുകൊണ്ടാണ് ഈ അബ്രഹത്തിന്റെ സൈന്യം അവിടെ തുരത്തപ്പെട്ടത്. അബ്രഹത്തിന്റെ സൈന്യത്തിൽ പ്ലാഗ് രോഗം വളരെ വ്യാപകമായി പിടികൂടി. ഇതിന് മുമ്പ് അറിയപ്പെടാത്ത രൂപത്തിൽ വളരെ വ്യാപകമായ അപകടം വിതച്ചുകൊണ്ട് പ്ലാഗ് രോഗത്തിന്റെ അണുക്കൾ അവരെ പിടികൂടി. വലഅല്ല ജറാസീമുൽ വബാഇ ജാഅത് മഅർരീഹി മിൻ നാഹിയത്തുൽ ബഹരി. എവിടുന്നാ പെട്ടെന്ന് പ്ലാഗ് രോഗത്തിന്റെ അണുക്കൾ വന്നത്? ഇദ്ദേഹത്തിന് തന്നെ ഒരു ആശങ്ക. ഞാൻ ഈ നുണ പറയുമ്പോൾ ആൾക്കാർക്ക് സംശയം ഉണ്ടാകുമല്ലോ, പെട്ടെന്ന് എവിടുന്ന അപ്പൊ പ്ലാഗ് രോഗത്തിന്റെ അണുക്കൾ വന്നത്? അതിന് അദ്ദേഹം മറുപടി പറയുകയാണ്, അത് കടൽ തീരത്തുനിന്ന് വന്നതായിരിക്കും. കടൽ തീരത്ത് നിന്ന് ഈ പ്ലാഗ് രോഗത്തിന്റെ അണുക്കൾ കാറ്റിന് വന്നിട്ട് കണ്ടോ, വലഅല്ല ജറാസീമുൽ വബാഇ ജാഅത് മഅർരീഹി മിൻ നാഹിയത്തുൽ ബഹരി. സമുദ്ര തീരത്ത് നിന്ന് കാറ്റിനോടൊപ്പം വന്നുകൊണ്ട് ഈ പ്ലാഗ് രോഗത്തിന്റെ അണുക്കൾ വഅസാബത്തുൽ അദ്വ നഫ്സ അബ്രഹത്തിൻ ഫഅഖദഹു റൗഉ വഅമറ ഖൗമഹു ബിൽ ഔദതി ഇലൽ യമൻ. ഈ അബ്രഹത്തിന്റെ സൈന്യത്തെ പ്ലാഗ് രോഗത്തിന്റെ അണുക്കൾ വന്ന് നിറഞ്ഞ് പിടികൂടിയപ്പോൾ അദ്ദേഹം ഭയപ്പെടുകയും അങ്ങനെ സൈന്യത്തോട് യമനിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി അദ്ദേഹം കൽപ്പിക്കുകയും ചെയ്തു. എന്നല്ലാതെ ഒരു മുഅ്ജിസത്തിന്റെ ഭാഗമായി അബാബീൽ പക്ഷികൾ വന്നുകൊണ്ട് അബ്രഹത്തിന്റെ സൈന്യം തുരത്തപ്പെട്ടതല്ല. അങ്ങനെ അബാബീൽ പക്ഷികൾ എന്ന അത്ഭുതകരമായ അള്ളാഹുവിന്റെ ഏറ്റവും ശക്തമായ ഒരു ഖുദ്റത്ത് വെളിപ്പെടുത്തുന്ന ആ മുഅ്ജിസത്തിനെ ഈ മനുഷ്യൻ ദുർവ്യാഖ്യാനിച്ച് അത് പ്ലാഗ് രോഗത്തിന്റെ അണുക്കളാണ് എന്ന് വിശദീകരിച്ചു. അദ്ദേഹത്തിൽ നിന്ന് പ്രചോദനം സ്വീകരിച്ച അബ്ദുസ്സലാം സുല്ലമി ആൺപിശാചുക്കൾക്കും പെൺപിശാചുക്കൾക്കും ആൺകൊതുകെന്നും പെൺകൊതുകെന്നും വ്യാഖ്യാനം കൊടുത്തു. സഹോദരങ്ങളെ, ഇനിയും ധാരാളം കാര്യങ്ങൾ അതേക്കുറിച്ച് വിശദീകരിക്കാനുണ്ട്. മുഅ്ജിസത്ത് നിഷേധം ഈ മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നയമായിരുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്ത് നിഷേധിക്കുക, മദ്യം കുടിക്കുക, വ്യഭിചരിക്കുക, അന്യ സ്ത്രീകളുമായി ഇടകലർന്ന് ജീവിക്കുക, ശവം തിന്നുക, ഇതൊക്കെയായിരുന്നു ഈ മനുഷ്യന്റെ സ്വഭാവം. അദ്ദേഹത്തെ മാതൃകയാക്കിക്കൊണ്ട്
നമ്മുടെ കേരളീയ വഹാബികളും കുറച്ച് കള്ളുടിച്ചു. നമ്മുടെ നേതാവാകുമ്പോ അങ്ങനെയാണല്ലോ. നേതാവാകുമ്പോൾ നേതാവ് കുടിക്കുന്നത് അനുയായികൾ കുടിക്കും, അത് സ്വാഭാവികമാണ്. അങ്ങനെ മുഹമ്മദ് അബ്ദു കള്ളുകുടിയനും പെണ്ണുപിടിയനും ഒക്കെ ആയിരുന്നു എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തെ ഒന്ന് മാതൃകയാക്കണമല്ലോ. മാതൃകയാക്കാൻ വേണ്ടി നമ്മുടെ കേരളത്തിലെ വഹാബികൾ തീരുമാനിക്കുകയും അങ്ങനെ അവര് കുറച്ച് കള്ള് കുടിക്കുകയും കുറച്ച് കള്ള് മറ്റുള്ളവരെ കുടിപ്പിക്കുകയും ചെയ്തു. നോക്കൂ നിങ്ങൾ, കേരള നദ്വത്തുൽ മുജാഹിദീൻ പുലർത്തിപ്പോന്ന ആശയാദർശങ്ങൾ എന്ന പുസ്തകം ആരോപണങ്ങളും മറുപടിയും എന്ന പേരിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് സലഫി പബ്ലിക്കേഷൻ, കോഴിക്കോട് 2.